എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഒരു കറിക്കായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് പൊന്തങ്കായ എന്നൊക്കെ പറയും. ഞങ്ങൾ കറിക്കായ എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരകിയത്. അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇതിന് ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജീരകം ചേർക്കുന്നില്ല. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം, അല്ലെങ്കിൽ ജീരകം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. ഒരു 3 പച്ചമുളക്, മീഡിയം എരിവുള്ള പച്ചമുളകാണ്. ഇത്രയും ചേർത്ത് മിക്സിയിൽ 2 തവണ തിരിച്ചെടുത്താൽ മതി. നന്നായി അരക്കണ്ട, സാധാരണ തോരനൊക്കെ എടുക്കുന്ന പോലെ തന്നെ. അതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള രീതിയിൽ എണ്ണ എടുത്താൽ മതി. അതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരണം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന ഒരു ചെറിയ സവോളയാണ്, അത് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാൻ സവോളയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. സവോള നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇത് സവോള എല്ലാം. ഇപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് സവോള. ഈ സമയം നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 4 പൊന്തങ്കായാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി കൂടിപ്പോയാലും ഒരു കുത്തൽ വരും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കാം നമുക്കിനി. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കായ വേകാനുള്ള വെള്ളം ആവശ്യത്തിനുള്ള. കായക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കായയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്ക് അരപ്പ് ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. ആ അരപ്പിൻ്റെ ഒരു പച്ചമണം എല്ലാം മാറി വരാനാണ്. 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ട് മിനിറ്റിന് ശേഷം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ചോറിൻ്റെയോ കഞ്ഞിയുടെയോ എന്തിൻ്റെയെങ്കിലും കൂടെ ഉപയോഗിക്കാം. കഞ്ഞിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.